ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. വിശ്വാസ ജീവിത വഴിയിൽ അതിസാഹസികമായി സഞ്ചരിച്ച ആദി മാതാപിതാക്കളുടെ ജീവിതാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഈ പരമ്പരയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. വേദപുസ്തകത്തിലെ വിവിധ വിഷയങ്ങൾ ലളിതമായി പഠിക്കുവാനും അതിലൂടെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തുവാനും മറക്കരുതേ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ ജീവിത വഴിയിൽ അതിസാഹസികമായി സഞ്ചരിച്ചവരുടെ കൂട്ടത്തിൽ പേര് പരാമർശിച്ചിരിക്കുന്ന ചില മഹിളാ രത്നങ്ങളെക്കുറിച്ചാണ് ഇനി നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീകളുടെ സ്ഥാനം അല്പം പോലും കുറച്ചതുകൊണ്ടല്ല കുറേ പുരുഷന്മാർക്ക് ശേഷം ഇവരെക്കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുന്നത്. പ്രത്യുത എബ്രായ ലേഖനകർത്താവ് ഈ അധ്യായത്തിൽ നൽകിയിരിക്കുന്ന ക്രമത്തിലാണ് ഞാൻ ഈ പഠനം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രം. സ്ത്രീകളുടെ കൂട്ടത്തിൽ സാറായെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ ആദ്യം പരാമർശിക്കുന്നത് എങ്കിലും അബ്രഹാമിനെക്കുറിച്ച് നാം നടത്തിയ സുദീർഘമായ പഠനത്തിൽ സാറായും ഭാഗമായിരുന്നതുകൊണ്ടും ആവർത്തന വിരസത ഒഴിവാക്കുവാനുമായി മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എബ്രായർ 11:23 വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വാസ്തവത്തിൽ മോശയുടെ മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ പഠിച്ചിട്ടുണ്ട് എന്ന് സംശയമാണ്. മോശയുടെ അമ്മയുടെ പേര് പോലും പലർക്കും അറിയില്ല എന്നതാണ് സത്യം. അതിൻ്റെ പ്രധാന കാരണം മോശയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നിടത്ത് അവരുടെ പേര് പരാമർശിക്കുന്നില്ല എന്നത് തന്നെയാണ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലാണ് മോശയുടെ മാതാപിതാക്കളുടെ പേരുകൾ നമ്മൾ കാണുന്നത്. അപ്പൻ്റെ പേര് അമ്രാം എന്നും അമ്മയുടെ പേര് യോഖെബെദ് എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശയുടെ അമ്മ യോഖെബെദിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അവർ ജീവിച്ച പശ്ചാത്തലം ശരിക്കും മനസ്സിലാക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ മിസ്രൈമിലെ ഭരണാധികാരിയായ ജോസഫ് തൻ്റെ അപ്പൻ യാക്കോബിനെയും തൻ്റെ സഹോദരന്മാരെയും കുടുംബാംഗങ്ങളെയുമെല്ലാം മിസ്രൈം ദേശത്തേക്ക് ക്ഷണിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീടുള്ള ചരിത്രം പഠിക്കുമ്പോൾ ഗോശൻ ദേശം അവർക്കായി കൊടുക്കുകയും അവർ അവിടെ സ്ഥിരവാസമാക്കുകയും ചെയ്യുന്നതായി കാണുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു, പെരുകി, ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു എന്ന്. അടുത്ത വാക്യം 8 പറയുന്നു, അനന്തരം യോസെഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. ആശ്ചര്യകരമായ ഒരു വസ്തുത ഈ 2 വാക്യങ്ങൾക്കിടയിലുള്ള കാലവിളംബം 430 സംവത്സരങ്ങളാണ് എന്നതാണ്. ഇസ്രായേൽ ജനതയുടെ പ്രവാസഭൂമിയാകുന്ന മിസ്രൈം. പുറപ്പാട് 1-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലെ യാതനകളുടെ ചരിത്രമാണ്. 8-ാം വാക്യം തന്നെ അതിൻ്റെ ശംഖുലിയാണ്. അനന്തരം യോസെഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത് തന്നെ. ഓർമ്മ നഷ്ടപ്പെടുന്ന അധികാരങ്ങൾ. മേൽപ്പറഞ്ഞ 8-ാം വാക്യം വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. കാരണം നല്ല ചരിത്രബോധമുള്ള, ചരിത്ര വസ്തുതകളും ചരിത്ര നിർമ്മിതികളും കൃത്യമായി സംരക്ഷിക്കുന്ന ഒരു പുരാതന സംസ്കാരമായിരുന്നു മിസ്രൈമ്യ സംസ്കാരം. ഗവേഷകർ കണ്ടെത്തിയ ലിഖിതങ്ങളും
നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും ലോകാത്ഭുതങ്ങളായി നിലനിൽക്കുന്ന പിരമിഡുകളും, എന്തിനേറെ വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന, സംരക്ഷിച്ചിരിക്കുന്ന ഭറവോമാരുടെ ശവശരീരങ്ങളായ മമ്മികളും, അവയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ആടയാഭരണങ്ങളുമെല്ലാം അതിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ പിന്നെ മിസ്രൈമിൻ്റെ ചരിത്രഗതിയെ തന്നെ അത്ഭുതകരമായി മാറ്റി എഴുതിയ യോസെഫിൻ്റെ ഭരണകാലത്തെ കുറിച്ച് അറിയാത്ത ഒരു രാജാവ് ഉണ്ടായി എന്നത് ശരിയാവാൻ തരമില്ലല്ലോ. പിന്നെ എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? ഉത്തരം വളരെ ലളിതമാണ്. അതായത് യോസെഫിനെയും യോസെഫിൻ്റെ സേവനങ്ങളെയും മനഃപൂർവ്വം മറന്നു കളഞ്ഞ, അല്ലെങ്കിൽ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി എന്നാണ് അതിനർത്ഥം. അതിലൊട്ടും അതിശയോക്തിയില്ല. കാരണം ഇന്നും രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലായാലും സഭയിലായാലും ബന്ധങ്ങളിലായാലും പലരുടെയും സേവനങ്ങളെ മനഃപൂർവ്വം പരിഗണിക്കാത്ത, അല്ലെങ്കിൽ ബോധപൂർവം മറന്നു കളയുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റും കാണാം. നന്ദികേട് തുടങ്ങി ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാമെങ്കിലും ഒരു പ്രധാന കാരണം അസൂയയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ ബലിയാടുകളായിപ്പോയ ഒരുപാട് പ്രവാസ ജന്മങ്ങൾ നമുക്കിടയിലും നമുക്ക് ചുറ്റുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മിസ്രൈമിലേക്ക് നോക്കൂ, വാക്യങ്ങൾ 9-10. അവൻ തൻ്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ടു പൊയ്ക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. 2 പ്രധാന നടപടികളാണ് അവർ ആസൂത്രണം ചെയ്തത്. 1, ഇപ്പോഴുള്ള അവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുക. 2, ഇനി ഒരു തരത്തിലും അവർക്ക് ഒരു വളർച്ച ഉണ്ടാകാതെ തടയുക. ഈ 2 പ്രോജക്റ്റുകളാണ് മിസ്രൈമിലെ ഭരണാധികാരിയും അധികാരവർഗവും കൂടെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. 1, ഊഴിയവേലയുടെ പ്രവാസങ്ങൾ. ഇസ്രായേൽ ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ച ആദ്യത്തെ കിരാത നടപടിയായ ഇപ്പോഴുള്ള അവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുക എന്ന നടപടിയിലേക്ക് ആ രാജ്യം പ്രവേശിക്കുകയാണ്. മിസ്രൈമ്യ അധികാരവർഗം ഇസ്രായേൽ മക്കളോട് ചെയ്തത് 11 മുതലുള്ള വാക്യങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയവിചാരകന്മാരെ ആക്കി. വാക്യം 11. ഫറവോനു വേണ്ടി പീഥോം, റാമസെസ് എന്നീ ഭണ്ഡാര നഗരങ്ങളെ അവരെ കൊണ്ട് പണിയിച്ചു. വാക്യം 11. മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. വാക്യം 13. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കയ്പാക്കി. വാക്യം 14. ഒരു കാലത്ത് ആ സാമ്രാജ്യത്തിൻ്റെ സംരക്ഷകരായിരുന്ന രാജാവും സകല ജനതയും ബഹുമാനത്തോടെ കണ്ടിരുന്ന, സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ട് ദേശത്ത് നിറഞ്ഞ ഒരു ജനതയെ കഠിനമായി പീഡിപ്പിക്കുകയാണ്. നിർമ്മാണ മേഖലയിലും കാർഷിക വൃത്തിയിലും വിശ്രമമില്ലാതെ പണിയെടുപ്പിച്ച് മനസ്സലിവില്ലാത്ത ഊഴിയ വിചാരകന്മാരെ കൊണ്ട് പീഡിപ്പിച്ച് അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അവർ അവരുടെ ജീവനെ കയ്പാക്കി എന്ന ഒരു പ്രയോഗം മതിയല്ലോ അവർ അനുഭവിച്ച യാതനകളെ തിരിച്ചറിയാൻ. 2, വംശഹത്യയുടെ പ്രവാസങ്ങൾ. ആദ്യത്തെ പദ്ധതിയായ ഇപ്പോഴുള്ള അവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുക എന്നത് വൻ പരാജയമായി പോയി എന്ന് 12-ാം വാക്യം പറയുന്നു. അതിങ്ങനെയാണ്. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. അപ്പോൾ അധികാരികൾ അവരുടെ അടുത്ത പദ്ധതി പ്രാബല്യത്തിലാക്കുകയാണ്.
അതായത് ഇനി ഒരു തരത്തിലും ഒരു വളർച്ച ഉണ്ടാവാതെ അവരെ തടയുക. അതിന് കണ്ടുപിടിച്ച മാർഗം അതിമൃഗീയമായ വംശഹത്യയാണ്. ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും അത് നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. വാക്യം 15. മിസ്രയീം രാജാവ് സൂതി കർമ്മിണികളോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ എബ്രായ സ്ത്രീകളുടെ അടുത്ത് സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നു എങ്കിൽ നിങ്ങളതിനെ കൊല്ലണം. ഇവിടെയാണ് നമ്മൾ ക്ഷിപ്ര, പൂവ എന്നിവരെ പരിചയപ്പെടുന്നത്. വാക്യം 17 പറയുന്നു, സൂതികർമ്മിണികളോ മിസ്രയീം രാജാവിനേക്കാൾ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നിസ്സഹകരണം കാണിച്ച ഒരു സംഭവമായി നമുക്ക് അവരുടെ നടപടിയെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അന്ധകാര ശക്തികളുടെ നടുവിൽ ജീവൻ്റെ സംരക്ഷകരാകുന്ന സൂതികർമ്മിണികൾ. അപ്പോൾ ഫറവോൻ പരസ്യമായി കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. വാക്യം 22. പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണം എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മക്കൾക്കെതിരെ നിയമം കയ്യിലെടുക്കാൻ ഭരണാധികാരി തൻ്റെ ജനത്തെ പ്രേരിപ്പിക്കുകയാണ്. ഈ അതിസങ്കീർണമായ പശ്ചാത്തലത്തിലാണ് മോശ ജനിക്കുന്നത്. ജീവൻ്റെ സംരക്ഷണത്തിനായുള്ള ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ കഥയാണ് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏത് അമ്മയും അറിഞ്ഞിരിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട ചില പ്രധാന പാഠങ്ങളാണ് യോഖേബേദിൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. രാജ വിളംബരത്തിൻ്റെ മുമ്പിലും പതറാത്ത വിശ്വാസ തീവ്രത. എൻ്റെ ഉറച്ച വിശ്വാസം, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നതുകൊണ്ട് ഒരമ്മയാകണം എന്നില്ല എന്നതാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഒന്നാമത് ചില സ്ത്രീകളെങ്കിലും അവരെ ദൈവം ഈ ഭൂമിയിൽ അയച്ചത് ഒരമ്മ എങ്ങനെയാകരുത് എന്ന് നമ്മെ പഠിപ്പിക്കാനാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ചുറ്റും നമ്മുടെ ഇടയിലും ഇത്തരം ചിലരെയെങ്കിലും കാണാൻ കഴിയും. മാത്രമല്ല, രണ്ടാമത്, ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാതെ ലോകം മുഴുവൻ അമ്മ എന്ന് വിളിക്കുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏത് അമ്മയും അറിഞ്ഞിരിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട ചില പ്രധാന പാഠങ്ങളാണ് യോഖേബേദിൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത്. ഒന്നാമത്, അവളുടെ ത്യാഗമനോഭാവം. 2-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്ന്. യോഖേബേദിൻ്റെ ഏറ്റവും വലിയ ത്യാഗം ഇവിടെയാണ് നാം കാണുന്നത്. അവരിപ്പോൾ ജീവിക്കുന്ന സാഹചര്യം നാം ശരിക്കും മനസ്സിലാക്കണം. അവരിപ്പോൾ മിസ്രയീമിൽ അടിമകളാണ്. താമസിക്കുന്നത് അടച്ചുറപ്പില്ലാത്ത കൂടാരങ്ങളിലായിരിക്കണം. രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമം ഇസ്രായേലി സ്ത്രീകൾ ആൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം എന്നാണ്. രാജനിയമം നടപ്പിലാക്കാൻ രാജഭടന്മാർ റോന്ത് ചുറ്റുന്നുണ്ടാവണം എല്ലായ്പ്പോഴും. മാത്രമല്ല, രാജപ്രേരണയാൽ മിസ്രയീമ്യർ കണ്ണും തുറന്ന് കാതും കൂർപ്പിച്ച് നടക്കുന്നുണ്ടാവും ചുറ്റുപാടും. എന്തിന്, മക്കളെ നഷ്ടപ്പെട്ട ഇസ്രായേലി സ്ത്രീകൾ പോലും ഭീഷണിയായിക്കൂടുന്നില്ല. ഈ പ്രതികൂലതകളുടെ എല്ലാം നടുവിലാണ് യോഖേബേദ് മോശക്കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചത്. കുഞ്ഞിൻ്റെ ഒരു കരച്ചിൽ പോലും പുറത്ത് കേൾപ്പിക്കാതെ. ഒരു കുഞ്ഞിനെ എങ്ങനെയാവും അവർ 3 മാസം ഒളിപ്പിച്ചു വെച്ചത്? അത്ഭുതം തോന്നുന്നില്ലേ? അതിനുവേണ്ടി ആ സ്ത്രീ എന്തെല്ലാം വേണ്ടെന്ന് വെച്ച് കാണും, എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ച് കാണും. എബ്രായർ 11:23 പറയുന്നത്, രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. നിസ്സാരമായി വായിച്ചു വിടേണ്ട ഒരു വാക്യമല്ല അത്. കാരണം അന്നത്തെ രാജകൽപ്പന നിരസിക്കുക എന്നതിൻ്റെ അർത്ഥം മരണം സ്വയം വരിക്കുക എന്നാണ്. അവൾ എന്തും സഹിക്കാൻ തയ്യാറായിരുന്നു. അമ്മയാണ് യഥാർത്ഥ ത്യാഗി. ഗർഭകാലം മുതൽ
ഒരമ്മയുടെ ത്യാഗം ആരംഭിക്കുകയാണ്. അതിൻ്റെ തുടർച്ച എവിടെ വരെയാണ്? ഉത്തരമില്ലാത്ത ചോദ്യമാണത്. ജീവിതാവസാനം വരെ അത് അനുഭവിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വൈരവിഹാരത്തിനും തടസ്സമായി തോന്നുന്ന സ്വന്തം മക്കളെ കൊല്ലാൻ പോലും മടി കാണിക്കാത്ത അമ്മമാരുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് മറക്കരുത്. ഇവിടെയാണ് എല്ലാവിധ പ്രതിബന്ധങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട്, എന്തിനധികം സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തി തൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ സംരക്ഷിക്കാൻ ഒരുങ്ങുന്ന ഒരമ്മ യോഖെബേദ്. രണ്ടാമത്, അചഞ്ചലമായ അവളുടെ ദൈവവിശ്വാസം. ഒരമ്മയ്ക്കുണ്ടായിരിക്കേണ്ട അടുത്ത പ്രത്യേകത മാറ്റമില്ലാത്ത ദൈവവിശ്വാസമാണ് എന്ന് യോഖെബേദ് പഠിപ്പിക്കുന്നു. വാക്യം 3 അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ എന്ന് നാം വായിക്കുന്നു. അവിടെ യോഖെബേദ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവൾക്ക് ദൈവത്തിലുണ്ടായിരുന്ന അചഞ്ചല വിശ്വാസം നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവൾക്ക് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ബോധ്യമാവും. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം മുഴുവൻ ഇസ്രായേലി ശിശുക്കളെ നിയമം മൂലം കൊന്നൊടുക്കാൻ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ, അവരുടെ പടയാളികൾ മുഴുവൻ രാപകലില്ലാതെ നിയമം ലംഘിക്കുന്നവരെ അന്വേഷിച്ച് നടക്കുമ്പോൾ, ഒരു രാജ്യത്തിൻ്റെ ജനത മുഴുവൻ ഇസ്രായേലിയരുടെ പരിസരങ്ങളിൽ ഒറ്റുകാരെ പോലെ, അതും ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ അവരുടെ കൂടാരങ്ങളിൽ കയറിയിറങ്ങി നടക്കുമ്പോൾ, അസൂയാലുക്കളായ സ്വന്തം ജനത അവസരം കാത്ത് നടക്കുമ്പോൾ, 3 മാസം ഈ കുഞ്ഞിനെ അവരുടെ എല്ലാം ശ്രമങ്ങൾക്കിടയിലും ഒളിപ്പിച്ചു വെച്ചത് ദൈവത്തിലുള്ള അവളുടെ ഉറച്ച വിശ്വാസം തന്നെയാണ് എന്നത് തർക്കമറ്റ സംഗതിയാണ്. എന്തുമാത്രം അവൾ പ്രാർത്ഥിച്ചു കാണും. 2 വാക്യം 3 അവളൊരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി, അതിന് പശയും കീലും തേച്ചു, പൈതലിനെ അതിൽ കിടത്തി, നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. യോഖെബേദിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം 3 മാസം ഒരുപാട് ത്യാഗം സഹിച്ച് കാത്തു സൂക്ഷിച്ച ആ കുഞ്ഞിനെ നദിയിൽ ഉപേക്ഷിച്ചതല്ല എന്നത് വ്യക്തമാണ്. അപ്പോൾ യോഖെബേദ് ചെയ്ത ഓരോ കാര്യങ്ങളും ഒരു വലിയ വിശ്വാസ പൈതൃകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭൂലോകത്തെ മുഴുവൻ വിഴുങ്ങിയ വലിയ ഒരു പ്രളയത്തിൻ്റെ ഭീകരതയിൽ നിന്ന് അവരുടെ പൂർവ്വപിതാവായ നോഹ രക്ഷപ്പെട്ടത് അകവും പുറവും മുഴുവൻ കീലും പശയും തേച്ച പെട്ടകത്തിലാണ് എന്ന് അവൾ ഓർമ്മിച്ചു. മഹാപ്രളയത്തിൽപ്പെട്ട് സകല മനുഷ്യരും സകല ജീവജാലങ്ങളും നശിച്ചു പോയപ്പോൾ നോഹയെയും കുടുംബത്തെയും ജീവനോടെ രക്ഷിച്ച ദൈവം തമ്പുരാൻ തൻ്റെ കുഞ്ഞിനെ ഈ ഞാങ്ങണപ്പെട്ടകത്തിൽ ജീവനോടെ കാക്കും എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ജീവിതത്തിൻ്റെ വൈതരണികളുടെ മുമ്പിൽ നമ്മിൽ പലരും പലപ്പോഴും ഭയചകിതരായി നിൽക്കുമ്പോൾ, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ വിശ്വാസ പൈതൃകത്തിലേക്ക് നോക്കി പ്രതിവിധി കണ്ടെത്തിയവളാണ് യോഖെബേദ്. വളരെ വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ മുമ്പിൽ വിശ്വാസം ഉപേക്ഷിക്കുകയും വിശ്വാസം തള്ളിപ്പറയുകയും മറുതലിക്കുകയും ചെയ്യുന്നവരോട് യോഖെബേദ് വെല്ലുവിളിയോടെ വിളിച്ചു പറയുന്നു, നമ്മുടെ വിശ്വാസ പൈതൃകങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ സധൈര്യം മുന്നോട്ട് നയിക്കണം എന്ന്. 3 അവളുടെ വിശ്വാസം വെറും അന്ധമായ വിശ്വാസമല്ലായിരുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കണ്ണടച്ച് വിശ്വസിക്കണം, അന്ധമായി വിശ്വസിക്കണം എന്നൊക്കെ. എന്നാൽ അത് പലപ്പോഴും മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യനെ പോലെയാകും എന്നതാണ് വാസ്തവം. യേശു പറയുന്നു, ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെയാണ് എന്ന്. യോഖെബേദ് ഈ കൂട്ടത്തിൽപ്പെട്ട ബുദ്ധിയുള്ള വിശ്വാസിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 മുതലുള്ള വാക്യങ്ങൾ അവളുടെ ബുദ്ധിയെ വിളിച്ചോതുന്ന വാക്യങ്ങളാണ്. വാക്യം 4 വായിക്കുമ്പോൾ, അവൻ എന്ത് ഭവിക്കുമെന്നറിവാൻ അവൻ്റെ പെങ്ങൾ, അതായത് മിറിയാം, ദൂരത്ത് നിന്നു എന്ന സുന്ദരമായ ഒരു കൊച്ചു പ്രയോഗം കാണാം. എന്നാൽ 10 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ നാം വായിക്കുമ്പോൾ അവയൊന്നും യാദൃച്ഛികമല്ലെന്നും, പിന്നെയോ അവയെല്ലാം അതീവ ബുദ്ധിമതിയും അചഞ്ചല വിശ്വാസിയുമായ
യോഖേബേദിൻ്റെ ബുദ്ധിയിൽ ഉടലെടുത്ത ആശയങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമാകും. എൻ്റെ ചിന്തയിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. രാജകുമാരി കുളിക്കാൻ വരുന്ന കുളിക്കടവിനടുത്താണ് യോഖേബേദ് മോശക്കുഞ്ഞിന് ഞാങ്ങണപ്പെട്ടകം വച്ചത്. ഫറവോയുടെ മകളും തോഴിമാരും കുളിക്കാൻ നൈൽ നദിയിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് അതിന് പ്രത്യേകമായ കുളിക്കടവും അതിൻ്റെ ക്രമീകരണവും ഉണ്ടാവും എന്നതിൽ തർക്കമില്ല. മാത്രമല്ല, സാധാരണ പ്രജകൾക്ക് ഒരിക്കലും അവിടെ എത്തിപ്പറ്റുക സാധ്യവുമല്ല. അപ്പോൾ അതിനരികിൽ ഞാങ്ങണപ്പെട്ടകം വെച്ചത് ജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ രാജകുമാരിയുടെ മാത്രം ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ്. രണ്ടാമതായി, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായി മറിയാമിനെ അവിടെ നിർത്തുന്നു. ഈ പെട്ടകം രാജകുമാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചാണ് മറിയാമിനെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് തുടർന്ന് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മോശക്കുഞ്ഞിനെ ഞാങ്ങണപ്പെട്ടകത്തിൽ വയ്ക്കാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും മറിയാമും അതിലൊക്കെ പങ്കെടുത്ത് കാണുമല്ലോ. ആ സമയമെല്ലാം യോഖേബേദ് സംഭവിക്കാൻ സാധ്യതയുള്ളതെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തു കാണും. രാജകുമാരി പെട്ടകം തുറന്ന് സുന്ദരനായ കുട്ടിയെ കാണുകയും അവൻ കരയുകയും ചെയ്യുമ്പോഴേക്കും മറിയാം ഓടിയെത്തുകയാണ്. ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമോ എന്ന ചോദ്യം അതിസമർത്ഥയായ ഒരു മാതാവ് പരിശീലിപ്പിച്ചു വിട്ടതാണ് എന്നത് ഉറപ്പല്ലേ? കാരണം ഈ നവജാത ശിശുവിന് മുലപ്പാൽ അനിവാര്യമാണ്. രാജ്യത്തെ കരിനിയമം കാരണം പ്രസവാനന്തരം മക്കൾ കൊല്ലപ്പെട്ട എബ്രായ സ്ത്രീകൾ ധാരാളം അവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സ്ത്രീയെ ലഭിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ. എന്തൊരു ബുദ്ധിയാണ്! അവളുടെ ബുദ്ധിയെ മാനിക്കുന്ന ദൈവം രാജകുമാരിയുടെ സംരക്ഷണയിൽ തൻ്റെ കുഞ്ഞിനെ സ്വയം വളർത്തിയെടുക്കുവാനുള്ള അവസരം അവൾക്ക് നൽകുകയാണ്. അവൻ വളർന്നതിന് ശേഷമാണ് അവനെ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയത് എന്ന് നാം വായിക്കുമ്പോൾ, വാക്യം 10, മിസ്രയീമിലെ രാജകൊട്ടാരത്തിൽ വിജാതീയ പരിശീലനത്തിൽ വളരാതെ അവൻ്റെ ശൈശവകാലത്ത് ദൈവഭക്തയായ ഒരമ്മയുടെ സംരക്ഷണയിൽ വളരാൻ ദൈവം അവന് അവസരം നൽകുകയായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏത് മനുഷ്യനും ഭാഗ്യവാനാണ് എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുവാൻ ദൈവം യോഖേബേദിന് അവസരം നൽകുകയാണ്. ഏത് കുടുംബത്തിലും ത്യാഗം സഹിക്കുവാൻ സന്നദ്ധതയുള്ള, വിശ്വാസ സ്ഥിരതയുള്ള അമ്മമാരുണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും, സംശയമില്ല. യോഖേബേദിൻ്റെ മക്കളെ നോക്കൂ. അവരുടെ 3 പേരുടെയും പേരുകൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂത്ത മകൻ അഹരോൻ, ദൈവജനത്തിൻ്റെ ഇടയിലെ ആദ്യ പുരോഹിതൻ. അവൻ്റെ പേര് 339 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മകൾ മിറിയാം, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത ധീര വനിത. അവളുടെ പേര് 15 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇളയ മകൻ മോശെ, ഒരു ജനതയുടെ മുഴുവൻ വിമോചകനായി ദൈവം എടുത്ത് ഉപയോഗിച്ച ആൾ. അവൻ്റെ പേര് 886 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഖേബേദിൻ്റെ പേര് വെറും 2 പ്രാവശ്യം മാത്രമാണ് വേദപുസ്തകത്തിൽ നാം കാണുന്നത്. എന്നാൽ അവളുടെ മഹത്വം ഒരു സ്മാരക സൗധം പോലെയാണ്. അവളുടെ പേര് അനശ്വരമാണ്. മാതൃത്വത്തിൻ്റെ സ്മാരക ചിഹ്നമായി, ലോകത്തിലെ എല്ലാ അമ്മമാർക്കും മാതൃകയായി ദൈവം ഉയർത്തിയ യോഖേബേദ് നാനാവിധ അടിമത്തങ്ങളിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിമോചനത്തിനായി മോശമാരെ പ്രസവിച്ചു വളർത്തുവാൻ ആധുനിക യോഖേബേദുമാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പി തോമസ് അച്ഛൻ.